നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും വന്ദനം. വളരെ പ്രാധാന്യമായ ചില വിഷയങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം കേൾവിക്കാരും പഠിതാക്കളുമായ ദൈവമക്കൾ ഹൃദയത്തിൽ ശുദ്ധ മനസാക്ഷിയോടുകൂടെ പറയും എന്നതിൽ സംശയമില്ല. ഒരു വിഷയം, ഒരു വസ്തു കണ്ടാൽ ഒന്നും പറയാതെ ഇരിക്കുന്നത് നീതിയല്ല. അത് നല്ലതെങ്കിൽ നല്ലതെന്ന് പറയുക, അത് തീയതെങ്കിൽ തീയതെന്ന് പറയുക. ഈ രണ്ട് ശുശ്രൂഷകളും നിർവഹിക്കുവാൻ ആവശ്യമാർന്ന കൃപ, പരിജ്ഞാനം ദൈവം തൻ്റെ ദാസീദാസന്മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയുവാൻ കഴിയുന്ന ഒരു സത്യമാണ്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം അടിസ്ഥാനമാക്കിയാണ് ഈ സുദീർഘ ദിവസങ്ങളായി നാം ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പഴയ നിയമത്തിലെ പൗരോഹിത്യ വർഗം, അവരുടെ ശുശ്രൂഷകളിൽ പങ്കുകൊണ്ട ഇസ്രായേൽ ജനങ്ങൾ, അതിനെ നീക്കിക്കൊണ്ട് ദൈവീക ഹിതം നിവർത്തിച്ച് പുതിയ നിയമ ദൈവസഭ, രാജാധിരാജാവും കർത്താവുമായ യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ആ ശ്രേഷ്ഠ മഹാപുരോഹിതനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അപ്പസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നീ രാജകീയ പുരോഹിതവർഗം, ഈ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നാം G2R അഥവാ ജനസിസ് ടു റെവലേഷൻ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉള്ള വിഷയങ്ങളെ സുദീർഘമായി കിടക്കുന്നതിനെ രത്നചുരുക്കമായി സംക്ഷിപ്തമായി നിങ്ങളുടെ മുൻപിൽ ഒരു താരതമ്യ പഠനം നടത്തുന്നത്. എന്തിനാണ് ഇത് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-ഉം റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലും കാണുന്ന വിഷയങ്ങൾ. ഇത് രണ്ടും ഒരു കാലത്ത് ലേവ്യ പൗരോഹിത്യത്തിൻ്റെ വക്താവായി അവരുടെ ഭരണസമിതി അംഗമായിരുന്ന ശൗൽ, കർത്താവിനാൽ പിടിക്കപ്പെട്ട് പൗലോസായി തീർന്ന് അറിയപ്പെട്ട ലോകം മുഴുവൻ സുവിശേഷം പ്രചരിപ്പിച്ച ദൈവഭക്തൻ, പഴയ നിയമ പുതിയ നിയമ പൗരോഹിത്യവർഗങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്ത് എഴുതിയ ശേഷം റോമ സാമ്രാജ്യത്തിൽ തലസ്ഥാന നഗരിയിൽ പാർക്കുന്ന വിശുദ്ധന്മാരും, അന്നത്തെ ഏറ്റവും വലിയ വാണിജ്യ നഗരമായിരുന്ന കൊരിന്തിൽ പാർത്തിരുന്ന വിശുദ്ധന്മാർക്കും ലേഖനങ്ങൾ എഴുതിയപ്പോൾ ഒരു കാലത്ത് അവൻ വിശ്വസിച്ച് ശുശ്രൂഷിച്ചു വന്ന പൗരോഹിത്യ മാർഗത്തിലെ അപാകതകൾ നിഴലായി മാത്രമായിരുന്നു എന്നും പുതിയ നിയമത്തിലെ പക്വതയേറിയ ശുശ്രൂഷ പൊരുളായിരുന്നുവെന്നും വിവരിച്ച് കാണിച്ച് എക്കാലത്തെയുമുള്ള വിശുദ്ധന്മാർക്ക് ബുദ്ധിയുപദേശം പറയുകയാണ്. ആ കൂട്ടത്തിൽ നാം പറഞ്ഞു വന്നു, ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിൽ ആയിരുന്നപ്പോൾ അവർ അനുഭവിച്ച ഉഷ്ണക്കാറ്റ്, ഏകാന്ത ജീവിതം, വേർപാടൻ ജീവിതം ഇത്യാദി ദൈവം വാഗ്ദത്തത്തെ നിവർത്തിച്ചുകൊണ്ട് മരുഭൂമിവാസം അവസാനിപ്പിച്ച് വാഗ്ദത്ത ദേശത്ത് വന്ന ശേഷം വെക്കാത്ത വീടും വെട്ടാത്ത കിണറും നട്ടുണ്ടാക്കാത്ത തോട്ടവും സമ്പൽ സമൃദ്ധിയുടെ ഉത്തിച്ച കോടിയിൽ സന്തോഷിച്ച ജനങ്ങൾ അവരുടെ പൂർവ്വകാലത്തെ മറന്നുപോകാതിരിക്കേണ്ടതിന് എവിടെ നിന്ന് അവർ വന്നു, ഇപ്പോൾ എവിടെ ആയിരിക്കുന്നു, ഏതവസ്ഥയിൽ അവരുടെ പൂർവ്വപിതാക്കന്മാർ ആയിരുന്നു, അവരുടെ കണ്ണുനീരിൻ്റെയും കരച്ചിലിൻ്റെയും വിലാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ഇന്നേതവസ്ഥയിലായിരിക്കുന്നു എന്നുകൂടെ ഓർപ്പിക്കേണ്ടതിന് പലപ്പോഴായി പ്രവാചകന്മാർ അവരുടെ നടുവിൽ ദൈവവചനം ശുശ്രൂഷിച്ചു. ആഗായി പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. യെരമ്യാ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വഴികളിൽ പോയി പഴയ വഴി ഏതെന്ന് ചോദിച്ച് അതിൽ നടപ്പീൻ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവീൻ. യെഹസ്കേൽ പ്രവാചകൻ പറഞ്ഞു, നിന്റെ അപ്പനും നിന്റെ അമ്മയും ഇന്നവരായിരുന്നു, എന്നാൽ ഇന്നൊരു വിശേഷ ജാതിയായി തീർന്നിരിക്കുന്നു, പഴയതിനെ നിങ്ങൾ മറക്കരുത്. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഇന്നത്തെ ഈ പുതിയ നിയമസഭ രൂപം കൊള്ളുന്നതിന് മുൻപ്
നിങ്ങളുടെ 3 തലമുറകൾ അല്ലെങ്കിൽ 4 തലമുറകൾക്ക് മുൻപുണ്ടായിരുന്ന പിതാക്കന്മാർ, മാതാക്കൾ ഏതവസ്ഥയിലായിരുന്നു? ഇന്ന് നിങ്ങൾ ഏതവസ്ഥയിലെത്തിയിരിക്കുന്നു? ഈ വിധ വിഷയങ്ങളെ കൂടെ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. വാഗ്ദത്ത ദേശത്ത് വന്ന ശേഷവും ഈ ജനം ദൈവത്തെ വിട്ട് മറന്നു പോകാതിരിപ്പാൻ ദൈവം കൽപ്പിച്ചു കൊടുത്ത ഉത്സവങ്ങളിൽ ഒരു ഉത്സവമായിരുന്നു കൂടാരപ്പെരുന്നാൾ. എല്ലാ സമ്പൽ സമൃദ്ധിയുടെയും നിറവിൽ നിൽക്കുമ്പോഴും അവരോട് ദൈവം പറഞ്ഞു, നിങ്ങൾ വർഷത്തിലൊരിക്കൽ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. എന്തിനാണ് കൂടാരങ്ങളിൽ പാർക്കുന്നത് എന്ന് പുത്തൻകൂറ്റ് പുതിയ തലമുറക്കാർ ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ കൂടാരങ്ങളിൽ പാർത്തു. അപ്പോൾ സത്യമറിയുവാൻ താല്പര്യമുള്ള പുത്തൻ തലമുറക്കാർ പഴയ തലമുറക്കാരോട് അതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ ആ ശൂന്യതയിൽ നിന്നാണ് ഇന്നത്തെ ഈ നിറവിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നതെന്ന് കുഞ്ഞുങ്ങളെ ഓർമ്മപ്പെടുത്തി ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ദൈവം കൊടുത്ത നന്മകളെ ഓർത്ത് ദാനത്തേക്കാൾ ഉപരി ദാതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനു വേണ്ടി അത് മുഖാന്തരമാകും. അതിൽ ഒരു ഭാഗമായിരുന്നു വാഗ്ദത്ത ദേശത്ത് വന്ന ശേഷവും വർഷത്തിൽ ഒരിക്കൽ കിഴക്ക് നിന്നടിക്കുന്ന ചൂടേറിയ കാറ്റ്. ആ കാറ്റിൻ്റെ വിഷയം എന്താണിതെന്ന് ഓർക്കുമ്പോൾ ചോദിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയണം, നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും മരുഭൂമിയിൽ ഉഷ്ണക്കാറ്റ് അനുഭവിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നാം ഈ ശീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നത്. ഇന്നത്തെ ആത്മീയ തലമുറയും ഇത് മറന്നു പോകരുത്. ഓലപ്പുരകളിൽ പാർത്തവർ ഓട്ടുപുരയിൽ പാർത്തു, പിന്നീട് കോൺക്രീറ്റ് വീടുകളിൽ പാർത്തു, ചാണകം എഴുതിയ തറയിൽ നടന്നവർ പിൽക്കാലത്ത് സിമൻ്റ് തറയിൽ നടന്നു, പിന്നീട് ടൈൽസ് ഇട്ടു. ഇന്ന് വെർട്ടിഫൈഡ് ടൈൽസിലും ഒരു ഓലക്കീറും മുകളിൽ മേഞ്ഞ വീടുകൾ, ആകാശത്തിൽ മേഘം കൊള്ളുമ്പോൾ കരയുന്ന അമ്മച്ചിമാർ, മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാതെ അകത്ത് വീഴും. പുറത്തെ വെള്ളത്തുള്ളികൾ മഴയോടുകൂടി അവസാനിക്കും, പക്ഷേ മുകളിൽ വീണ മഴത്തുള്ളികൾ ഓലയുടെ കീറലിൽ കൂടെയും വിള്ളലിൽ കൂടെയും അകത്ത് വീണുകൊണ്ടേയിരിക്കും. പലപ്പോഴും തറയിൽ കുഴികൾ രൂപാന്തരപ്പെടും. അങ്ങനെയുള്ള അവസ്ഥയിൽ രാക്കാലങ്ങൾ ഉറങ്ങാതെ കുത്തിയിരുന്ന പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇന്നത്തെ എയർ കണ്ടീഷൻ വീടെന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുവാൻ ഇന്നത്തെ മാതാപിതാക്കൾ മറന്നുപോയോ എന്ന സംശയം. അതുകൊണ്ടാണ് ഇസ്രയേൽ ജനങ്ങളുടെ നടുവിൽ പിൽക്കാലത്ത് സിയോൻ പുത്രിമാർ അഹങ്കാരികളായി ജീവിച്ചത് എന്ന് മറന്നു പോകരുത്. ഇത് ഒരു ബുദ്ധിയുപദേശം. നമുക്കും അത് സംഭവിക്കാതിരിപ്പാൻ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇന്നും സിയോൻ കുമാരത്തികളെ കാട്ടിൽ അഹങ്കരിച്ച് നടക്കുന്ന ആത്മീയകോളത്തിലെ യുവതിയുവാക്കന്മാരെ കാണുമ്പോൾ ദുഃഖം തോന്നുന്നു. അതുകൊണ്ട് യെശയ്യാവ് തൻ്റെ പ്രവചനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം മുതൽ പിൽക്കാല തലമുറയിൽ നടന്നു വന്ന അഹങ്കാരത്തിൻ്റെ, അഹന്തയുടെ, അഹംഭാവത്തിൻ്റെ, അനാത്മീയതയുടെ ജീർണിച്ച അവസ്ഥകൾ, ഇങ്ങനെ നടക്കുന്നവർക്കതൊരു ഫാഷനാകും. പക്ഷേ അത് പിന്നീട് അവർക്ക് ദുഃഖം തോന്നുന്ന തരത്തിൽ നടക്കുന്നത് കണ്ടപ്പോൾ ദൈവം യെശയ്യാ പ്രവാചകനെ ഉണർത്തി പറയുകയാണ്, സിയോൻ പുത്രിമാർ ചെയ്തു വന്ന അനാത്മീയ വിപരീതോപദേശ ജീവിതക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. 1, അവർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും എറികണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുന്നു. വാത്സല്യ ശ്രോതാക്കൾ, ആത്മീയ ഗോളത്തിൽ പാർക്കുന്നവർ, പെന്തക്കോസ്തുകാരുടെയും വേർപെട്ടവരുടെയും എന്നഭിമാനിക്കുന്നവരുടെ കുഞ്ഞുങ്ങളെ സ്വദേശത്തും വിദേശത്തും സംസ്ഥാനം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലും പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും നടക്കുന്ന ജീവിത രീതി നിങ്ങളൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. ലക്ഷങ്ങൾ ക്യാപിറ്റേഷൻ കൊടുത്ത് പഠിപ്പിക്കുവാൻ വിട്ടാൽ മാത്രം പോരാ, അവരേത് രീതിയിൽ അവിടെ ജീവിക്കുന്നുവെന്ന് നിങ്ങൾ കാണാതെ ഒന്ന് നോക്കിയാൽ നിശ്ചയമായിട്ടും നിഗളിച്ച് കഴുത്തു നീട്ടിയും എറികണ്ണിട്ടുകൊണ്ടും സഞ്ചരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാം. വാണ്ടൻ ഐസ്, വിലസി നടക്കുക എന്നാണ് അർത്ഥം. ഇന്നും ഗൾഫ് രാജ്യങ്ങളിലും മറ്റും 12 മണിക്കൂർ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊടുത്ത് കുഞ്ഞുങ്ങളെ വിവിധ കോളേജുകളിലും സംസ്ഥാനങ്ങളിലും പഠിപ്പിക്കുമ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിൻ്റെ പരിണതഫലമായി യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും വിട്ട് പഠിപ്പിക്കുന്ന പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും എങ്ങനെ ജീവിക്കുന്നു എന്നൊന്ന് നോക്കുക. ഇതൊരു ബുദ്ധിയുപദേശം. രണ്ടാമത്, അവർ തത്തി നടക്കുന്നു. മിൻസിങ്,
കൃത്രിമ ശൈലിയിൽ നടക്കുന്നുവെന്നാണ് അർത്ഥം. ശരിയല്ലേ? ദൈവം ഒരു നടപ്പ് തന്നിട്ടുണ്ട്. ആ ജീവിത ശൈലിക്ക് വ്യത്യാസമായല്ലേ കുഞ്ഞുങ്ങളിൽ പലരും നടക്കുന്നത്? പറഞ്ഞാൽ ദുഃഖവും അജീർണതയും വർദ്ധിക്കുന്ന ജീവിതശൈലിയല്ലേ ഇന്നത്തെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാൻ വിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പലരും ചെയ്തു വരുന്നത് എന്നൊന്ന് ഓർത്തു നോക്കണം. ഇവിടെ വിവരിക്കുന്നില്ല അതിനകത്തെ ദുർഗന്ധം വമിക്കുന്ന ജീവിതശൈലികൾ. സിയോൻ കുമാരിയുടേതിനേക്കാൾ കൂടുതൽ ആത്മീയ കുമാരിമാർക്കുണ്ടെന്നുള്ളത് പറയുന്നതിന് യാതൊരു ലജ്ജയും ഇല്ല. മൂന്നാമത്, അവർ കാൽ കൊണ്ട് ചിലമ്പൊലി കാണിക്കുന്നു. മേക്കിംഗ് ട്വിങ്ക്ലിംഗ്, കുലുക്കി കുലുക്കി നടക്കുക, ശബ്ദം ഉണ്ടാക്കി നടക്കുക, മറ്റു മനുഷ്യർ തങ്ങളെ നോക്കത്തക്ക വിധത്തിൽ ഒരു പ്രത്യേക ശൈലിയിൽ നടക്കുക. ഇவ்விധത്തിൽ നടക്കുന്നവർക്ക് വരുവാൻ പോകുന്ന ശിക്ഷകൾ കൂടെ എന്തായിരിക്കുമെന്നും 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പൂർവ്വപിതാക്കന്മാർ നടന്നത് എങ്ങനെയെന്ന് നോക്കുക. മരുഭൂമിയിൽ ഒരേ വസ്ത്രം, ഒരേ ചെരുപ്പ്, ഒരേ ജീവിതശൈലി, ഒരേ ജീവിത ലക്ഷ്യം. എന്തായിരുന്നു അത്? വല്ലവിധേനയും വാഗ്ദത്ത ദേശത്ത് എത്തണം. 400 സംവത്സരങ്ങൾക്ക് മുൻപ് പിതാക്കന്മാരായിരുന്ന അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിനോട് പറഞ്ഞ ആ ദേശത്തെത്തണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു അവർക്ക്. ഇന്നങ്ങനെയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കുക എന്നെ കേൾക്കുന്ന ശ്രോതാക്കളായ ദൈവമക്കൾ. ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിച്ചു. വാഗ്ദത്ത ദേശത്ത് അവരെ എത്തിച്ചു. എന്നാൽ പിൽക്കാലത്ത് സിയോൻ പുത്രിമാരുടെ അലങ്കാര വസ്തുക്കൾ ഇത്തരണത്തിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഒന്നുമില്ലാതിരുന്നപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിച്ചു. ദൈവം കൊടുത്തപ്പോൾ എന്തെല്ലാമാണ് ജീവിതശൈലിക്ക് വന്ന വ്യത്യാസങ്ങൾ. അത് കുമാരിമാരെ മാത്രമല്ല, കുമാരത്തിമാരായ അമ്മച്ചിമാർക്കും വയസ്സായ 80-85 വയസ്സുള്ള അമ്മമാർ പോലും നടക്കുന്നതൊക്കെ ഒന്ന് ചിന്തിച്ചും ശ്രദ്ധിച്ചും നോക്കണം. കാൽച്ചിലമ്പുകൾ, ടിംഗ്ലിംഗ് ബാംഗിൾസ്, നെറ്റിപ്പട്ടം, സ്കാർഫ്സ് ഓർ ഹെഡ് ബാൻഡ്സ്, ചന്ദ്രക്കല, ക്രസന്റ് നെക്ലസ്, കാതില. ഒന്ന് ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ. പെൻഡൻസ് ആൻഡ് ബ്രേസ്ലെറ്റ്, ജിമിക്കുകൾ, താഴോട്ട് തൂങ്ങി ചെവി തൊട്ട് തോളിൽ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ആഭരണങ്ങൾ, കടകം, വെയിൽസ്, കവണി, ഹെഡ്രസ്, തലപ്പാവ്, അതും ഹെഡ്രസ്സാണ്, കാൽത്തള, ആംഗിൾ ചെയിൻസ്, പട്ടുകച്ച, കഷ്ടം, സാഷോസ്, പരിമളപ്പെട്ടി, പെർഫ്യൂം ബോക്സ്, ബോട്ടിൽസ്. പണ്ട് അടുത്തിരിക്കുവാൻ ആരും താല്പര്യപ്പെടുകയില്ല. ഇന്ന് ആളുകളെ അടുത്തിരുത്തേണ്ടതിനു വേണ്ടി ആകർഷിക്കുന്ന സുഗന്ധ പെട്ടികൾ കൊണ്ടല്ലേ കുമാരിമാരും കുമാരന്മാരും നടക്കുന്നത്. എന്തു പ്രയോജനം? തകിട്ടുകൂട്, ചാംസ്, മോതിരം, സിഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ വിദേശത്തോട്ട് വന്നു കഴിഞ്ഞാൽ സ്വദേശത്ത് നടക്കുന്ന പെൺകുഞ്ഞുങ്ങൾ പുറത്ത് ആരും അറിയാതെ ഒരു മോതിരമിട്ടുകൊണ്ടാണ് നടക്കുന്നത്. എന്തിന്? ഭയമാ പോലും. ആരെങ്കിലും കയറി കല്യാണം ആലോചിക്കുമോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ലിവിങ് ടുഗദറിന് വിളിക്കുമോ എന്നൊക്കെ ആരും അറിയാതിരിക്കേണ്ടതിനു വേണ്ടി ആഭരണം ഇട്ട് നടക്കുന്ന പെന്തക്കോസ് പാസ്റ്റർമാരും പെന്തക്കോസ് പാസ്റ്ററമ്മമാർ വരെ വിദേശ രാജ്യങ്ങളിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത 13-ാമത് മൂക്കുകുത്തി, നോസ് റിങ്സ്. 14-ാമത് ഉത്സവ വസ്ത്രം, ഫൈൻ റോബ്സ് ആൻഡ് ക്യാപ്സ്. അകത്ത് കയറി പുറത്തു വരുമ്പോൾ വേറെ വസ്ത്രം ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ വസ്ത്രം. അകത്ത് ധരിക്കേണ്ട വസ്ത്രം പുറത്തിട്ടുകൊണ്ട് നടക്കുന്നു, പുറത്തിടേണ്ട വസ്ത്രം അകത്തിട്ടുകൊണ്ട് നടക്കുന്നു. വസ്ത്രത്തിൻ്റെ നീളവും വസ്ത്രത്തിൻ്റെ രൂപവും മാറുന്നു. മേലാട 15-ാമത് ക്ലോക്സ് ആൻഡ് ക്യാപ്സ്. 16-ാമത് ശാൽവ, അതും ക്ലോക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചെറുസഞ്ചി. എത്ര വിധത്തിലുള്ള സഞ്ചികളാണ് ഭവനത്തിൽ ഇരിക്കുന്നത്. സഭായത്തിന് പോകുമ്പോൾ ഒന്ന്, ചന്തയിൽ പോകുമ്പോൾ ഒന്ന്, സവാരി പോകുമ്പോൾ ഒന്ന്, എത്ര എണ്ണം. ഇതൊക്കെ എവിടെ നിന്നുണ്ടാക്കിയ കാശാണ്? അതുകൂടെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. ദർപ്പണം. എന്തിനായി പോകുന്ന വഴി കണ്ണാടിയും ഈ കൊച്ചു ബാഗിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കണ്ണാടി എടുത്ത് സൗന്ദര്യം നോക്കുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ആ ചെറുസഞ്ചിക്കകത്തെ ചിറിക്ക് പെയിന്റ് അടിക്കുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു ചെറുപെട്ടി തുറന്ന് അതിനകത്തെ ഒരു ചെറിയ വിഷയമെടുത്ത് കൺപോളയ്ക്കും നെറ്റിക്കും ഇട്ട് പലവിധത്തിൽ രൂപഭേദവും നിറവ്യത്യാസവും വരുത്തുന്നു. 19-ാമത് ക്ഷോമപടം, ഫൈൻ ലിനൻ ഗാർമെന്റ്സ്. എന്തെല്ലാം വിധത്തിലുള്ള രൂപങ്ങളാണ്. കല്ലാവ് എന്ന് പറഞ്ഞാൽ ഹൂഡ്സ്, ടർബൻസ്, എത്ര വിധം. അവസാനം മൂടുപടം എന്ന് പറഞ്ഞാൽ വെയിൽസ് ആൻഡ് റോബ്സ്. ഇவ்விധത്തിൽ
ഇസ്രായേൽ ജനങ്ങളുടെ നടുവിൽ കുമാരിമാരും കുമാരന്മാരും നടക്കുവാനുള്ള കാരണം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ പുരോഹിതന്മാരും അവരുടെ പ്രവാചകന്മാരും അവരുടെ പ്രഭുക്കന്മാരും സിയോൻ പുത്രിമാരും അടങ്ങിയ ഇസ്രായേൽ രാജ്യവും യഹോവയാം ദൈവത്തെ ഇவ்விധത്തിൽ നടന്ന് മറന്നു കളഞ്ഞു. 50-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യത്തിൽ ഈ ഫാഷൻ കണ്ടിട്ട് മടുത്തുപോയ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, യഹോവയെ മറക്കുന്നവരെ, ഇത് നിങ്ങൾ അറിഞ്ഞോണം, അവൻ നിങ്ങളെ കീറിക്കളയും. ശിക്ഷ വരുന്നുണ്ട് കേട്ടോ. ഇത് എന്നേക്കും തുടരും എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. യഹോവയുടെ കരത്തിൽ വീഴുന്നത് ഭയങ്കരമാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അനന്തരം അവർ വന്നു പാർത്ത ദേശത്ത് പാർത്തിരുന്ന ജാതികളുടെ ആചാരാനുഷ്ഠാനങ്ങൾ, ആരാധനാ രീതികൾ, ദേവീദേവന്മാരെ അവരുടെ മര്യാദ പ്രകാരം ജീവിച്ചു. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 10-ാമത്തെ വാക്യം, യിരെമ്യാവിന്റെ പ്രവചനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. തൽഫലമായി യഹോവയെ മറന്നുകളഞ്ഞതിന്റെ ശിക്ഷ ആദ്യം അവരുടെ രാജ്യത്തെ രണ്ടായി കീറിക്കളഞ്ഞു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 12-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങളും സങ്കീർത്തനം 50-ന്റെ 22-ഉം ശിക്ഷയുമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും ഇസ്രായേൽ രാജ്യമെന്നും യഹൂദ രാജ്യമെന്നും 12 ഗോത്രങ്ങൾ അടങ്ങിയ രാജ്യത്തെ രണ്ടായി കീറിക്കൊണ്ട് ഒന്നിന് 10ഉം അടുത്തതിന് 2 ഗോത്രവും മാത്രങ്ങൾ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടതിൽ വടക്കേ രാജ്യമായി മാറിയ ഇസ്രായേൽ രാജ്യം BC 730-ൽ അശൂർ രാജാവായിരുന്ന തിഗ്ലസ്-പിലേസർ അവരെ അടിമകളാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. ഇവിടെയുണ്ടായിരുന്ന പുരുഷന്മാരെ അങ്ങോട്ട് കൊണ്ടുപോയി, അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇവിടെയുള്ള സ്ത്രീകളും അവിടെയുള്ള സ്ത്രീകളും, ഇവിടെയുള്ള പുരുഷന്മാരും അവിടെയുള്ള പുരുഷന്മാരും ഇടകലർന്ന് സങ്കരവർഗമായി മാറി. ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നടന്നത് ഒരു ബുദ്ധിയുപദേശം. രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകം 15-ന്റെ 29, 17-ാം അധ്യായം 6 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. വടക്കേ രാജ്യത്തെ അശൂര്യരും തെക്കേ രാജ്യമാകുന്ന യഹൂദയെ 594-ൽ അഥവാ 130 സംവത്സരങ്ങൾക്ക് ശേഷം വടക്കേ രാജ്യത്തിൽ നടന്ന സംഭവങ്ങൾ തെക്കേ രാജ്യത്തിന് ഗുണപാഠമായില്ല എന്നുള്ളത് മറന്നുപോകരുത്. ബാബേൽ രാജാവായിരുന്ന നെബൂഖദ്നേസർ വന്ന് അടിമകളാക്കി ബാബിലോണിലേക്കും കൊണ്ടുപോയി. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യനൂറ്റാണ്ടിൽ വന്നിരിക്കുന്ന രാജകീയ പുരോഹിത വർഗത്തിന് ഇതൊരു പാഠം. ഇതിനകത്ത് അന്നത്തെ കാലത്തെ പ്രഭുക്കന്മാരും അവർക്കുണ്ടായിരുന്ന നേതാക്കന്മാരുടെയും യോഗ്യതകൾ എന്തൊക്കെയായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അവർ അവരുടെ ശുശ്രൂഷകൾ, കർത്തവ്യങ്ങൾ, ചുമതലകൾ നിർവർത്തിക്കാഞ്ഞതുകൊണ്ട് ജനങ്ങൾ താൻപാട്ടിൽ നടക്കുകയും തൽഫലമായി യഹോവയാൽ ശിക്ഷിക്കപ്പെട്ട് അടിമദേശത്തേക്ക് പോവുകയും ചെയ്തുവെങ്കിൽ രാജകീയ പുരോഹിതവർഗമെന്ന് അഭിമാനിക്കുന്ന അപ്പസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും ശുശ്രൂഷകൾ നിവർത്തിക്കേണ്ട രീതിയിൽ നിവർത്തിച്ചില്ലെങ്കിൽ ആത്മീയ ഗോളവും അവിടെയും ഇവിടെയും നശിക്കും. പല കുടുംബങ്ങളിൽ നാശങ്ങൾ ഭവിച്ചിരിക്കുന്നു. പല പെൺകുട്ടികൾ പലരോടും കൂടെ പോയിരിക്കുന്നു. പല ആൺകുട്ടികൾ പലരെയും അരുതാത്തവരെ ഭവനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ് കാരണം? അമ്മേപ്പന്മാർ മാത്രമല്ല, സഭാ ശുശ്രൂഷകന്മാരും അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരും ദൈവ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട വിധത്തിൽ പഠിപ്പിക്കാഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞത്, നീ വീട്ടിലിരിക്കുമ്പോഴും കിടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും യഹോവയുടെ ന്യായപ്രമാണം പഠിപ്പിക്കണം. ഇന്ന് പലതും പഠിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രത്തെ പഠിപ്പിക്കുന്നുണ്ട്, എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്, ദൈവവചനം മാത്രം പഠിപ്പിക്കുന്നില്ല. ആകയാൽ ദൈവ മക്കൾക്ക് ഇതൊരു ഗുണപാഠം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസും തിരുസന്നിധിയിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി സമർപ്പിക്കുന്നു. പിതാവേ, ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും തിരുമേനി അനുഗ്രഹിക്കുകയും അവരുടെ കുടുംബങ്ങളിലും അവരുടെ സഭകളിലും ദൈവവചനം പൂർണ്ണ പ്രാഗൽഭ്യത്തോടും കർത്തവ്യത്തോടും കൂടെ പഠിപ്പിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുവാൻ ആവശ്യമായ കൃപ എല്ലാവർക്കും കൊടുത്തരുളുകയും ചെയ്യും. യേശു ക്രിസ്തു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.